എല്ലാവരും പഠിച്ചൊക്കെ ഏകദേശം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്ന് കെമിസ്ട്രിയിലെ 1 മുതൽ 3 വരെയുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് ക്വിക്കായിട്ട് റിവിഷൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടുമാണ് മിസ് വന്നിരിക്കുന്നത്. ഈ വീഡിയോ കഴിയുന്നതും ഫുള്ള് കാണാൻ ശ്രമിക്കുക. വളരെ കുറച്ച് നേരമേ ഉള്ളൂ. കാണുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമായിരിക്കില്ല. നിങ്ങൾക്കൊരു അസറ്റ് തന്നെയായിരിക്കും. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റത്തെ ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പും അതിന്റെ സ്ട്രക്ചറും തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ഒരു സെക്കൻഡ് എടുത്തിട്ട് ഒന്ന് വേഗം ഒന്ന് ചെയ്ത് നോക്കിക്കേ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. അപ്പം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ടുള്ള ആൽക്കഹോൾ എന്ന് പറയുന്ന ഗ്രൂപ്പാണല്ലേ OH വരുന്നത്. ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, CHO വരുന്ന ഗ്രൂപ്പുകളാണ് എന്ത്, ഫങ്ഷണൽ ഗ്രൂപ്പാണ് ആൽഡിഹൈഡ്. കാർബോക്സിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ COOH. പിള്ളേർക്കെല്ലാം കിട്ടിയെന്ന് ഞാൻ മിസ് വിശ്വസിക്കുകയാണ്. നമുക്കിനി ടെക്സ്റ്റ് ബുക്കിലെ ഇത് വെച്ചിട്ടുള്ള ഒരു കോളം ഉണ്ട്, നമുക്കതൊന്ന് ക്വിക്കായിട്ട് ഒന്ന് റിവിഷൻ ചെയ്ത് പോവാം. നോക്കൂ, ഫങ്ഷണൽ ഗ്രൂപ്പ് OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന നെയിം എന്താണ്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്നാണ് പറയുക. അതിന്റെ കോമൺ നെയിം ആൽക്കഹോൾ എന്നാണ്. ഇനി COOH വന്നിട്ടുണ്ടെങ്കിൽ അതിനെന്താ പറയാ? കാർബോക്സിൽ ഗ്രൂപ്പ് എന്നാണ് പറയാ. അതിന്റെ കോമൺ നെയിം കാർബോക്സിലിക് ആസിഡ് എന്നാണ്. CHO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആൽഡിഹൈഡിക് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. കോമൺ നെയിം ആൽഡിഹൈഡ്. C ഡബിൾ ബോണ്ട് O എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കീറ്റോ ഗ്രൂപ്പ് എന്നാണ് പറയാ. കോമൺ നെയിം കീറ്റോൺ. ഒരു O ഗ്രൂപ്പിന്റെ കൂടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, ഏതോ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ആൽക്കോക്സി എന്ന് പറയും. അതിനെ പറയുന്ന കോമൺ നെയിം ഈതർ. പിന്നെ നമ്മുടെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേര് ഹാലോ എന്നാണ് പറയാ. കോമൺ നെയിം ഹാലോ കോമ്പൗണ്ട്സ് എന്ന് പറയും. അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കണം. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അണ്ടർഗോ ആൻ അഡിഷൻ റിയാക്ഷൻ? ഏതാണ്? ഈ ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ? നിങ്ങൾക്ക് ഉത്തരം ഏതാണ്? അതെ, ഓപ്ഷൻ D ആണല്ലേ, അഡിഷൻ റിയാക്ഷൻ. ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് അഡിഷൻ റിയാക്ഷൻ എന്നാണ്. നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് റിവിഷൻ ചെയ്ത് വരാം. അഡിഷൻ റിയാക്ഷൻ in which are reactions in which unsaturated organic compounds ന് എന്ത് പറ്റുന്നത്? അതായത് unsaturated organic compounds എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒക്കെ വരുന്ന കോമ്പൗണ്ട്സിലാണ് എന്ത് നടക്കുക? അഡിഷൻ റിയാക്ഷൻ ഫസ്റ്റ് നടക്കുക. അപ്പം നമുക്ക് തന്ന കോമ്പൗണ്ട്സിൽ ഏതൊക്കെയാണ് അൺസാച്ചുറേറ്റഡ് എന്ന് കണ്ടെത്താം. നോക്കൂ, ഇതിൽ ഏതാണ് അൺസാച്ചുറേറ്റഡ്? ഈ D മാത്രമാണല്ലേ, നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് കണ്ടുപിടിക്കാം ഏതാണ് ഈ അഡിഷൻ റിയാക്ഷൻ വരുന്നത്. ബാക്കിയും കൂടി നോക്കാം. ദ റിയാക്ഷൻ ഇൻ വിച്ച് triple bonded organic compounds partially combine with a small molecule to form double bonded compounds are also addition reaction. അപ്പോൾ അതായത് ഒരു ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വരുന്ന ഒരു കോമ്പൗണ്ടിലേക്ക് ചെറിയ മോളിക്യൂൾസ് ആഡ് ചെയ്യുന്ന ഒരു റിയാക്ഷന് പറയുന്ന പേരാണ് എന്ത്? അഡിഷൻ റിയാക്ഷൻ. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനും ഇതുപോലെ റിയാക്ഷൻസിനെ വെച്ചിട്ടാണ്. സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ്, ഏതാണ് റോങ് എന്ന് കണ്ടുപിടിക്കാനാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആർ കെമിക്കൽ റിയാക്ഷൻസ് ഇൻ വിച്ച് an atom or group of atoms is replaced with another atom or group of atoms in a compound. അത് ശരിയാണല്ലേ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. Polymerization is the process by which simple molecules join together to form large complex molecules. ഇതും ശരിയാണല്ലേ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following options is true? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ട്രൂ എന്ന് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം നമുക്ക് കറക്റ്റ് ആണെന്നാണ് കിട്ടിയത്. അപ്പൊ ഏതാണ്? സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. ഫോർത്ത് ക്വസ്റ്റ്യൻ. ടു വിച്ച് കാറ്റഗറി ദ കോമ്പൗണ്ട് CH3COOCH3 ബിലോങ്സ് ടു? അതായത് ഈ കോമ്പൗണ്ട് താഴെ പറയുന്ന ഏത്
കാറ്റഗറിയിലാണ് വരുന്നതെന്ന്. കാർബോക്സിലിക് ആസിഡ് ആണോ? കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ എന്താ വേണ്ടത്? COOH ആണല്ലേ വേണ്ടത്. മിസ്സിന്റെ O ഒക്കെ പോയിട്ടോ. COOH. ഈ പെന്ന് വെച്ച് വരയ്ക്കാൻ കുറച്ച് പാടാണ്. ഇനി ഈഥീൻ ആണോ? അല്ല. ആൽക്കഹോൾ ആണോ? ആൽക്കഹോൾ ആണെങ്കിൽ നമുക്ക് അറിയാം OH ആണ് വരേണ്ടത് അല്ലേ? ഈതർ ആണല്ലേ അപ്പം നമുക്കറിയാം സോറി എസ്റ്റർ ആണല്ലേ? എസ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എസ്റ്റർ ബോണ്ട് നമ്മൾ ഏത് ചാപ്റ്ററിലാണ് പഠിച്ചേ? നമ്മളിതാ സെക്കൻഡ് ചാപ്റ്ററിൽ പേജ് നമ്പർ 43 നമ്മൾ എസ്റ്റേഴ്സ് പഠിച്ചത്. പഠിച്ചിട്ടില്ല എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ഈ COO കാണുമ്പം അത് മനസ്സിലാക്കിക്കോളണം എന്താണെന്ന്, എസ്റ്റേഴ്സ് ആണെന്ന്. എസ്റ്റേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ആൽക്കഹോൾ റിയാക്ട് വിത്ത് കാർബോക്സിലിക് ആസിഡ്. ആൽക്കഹോളും OH ഉള്ള ഒരു കോമ്പൗണ്ടും അതേപോലെ COOH ഉള്ള ഒരു കോമ്പൗണ്ടും കൂടി റിയാക്ട് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? എസ്റ്റേഴ്സ് ഉണ്ടാവുന്നത്. എസ്റ്റേഴ്സ് ഉണ്ടാവുമ്പോൾ എന്താ റിമൂവ് ആക്കപ്പെടുന്നത്? ഒരു വാട്ടറിന്റെ ഒരു മോളിക്യൂൾ ആണ് എന്ത് ചെയ്യുന്നത്? റിമൂവ് ആക്കിപ്പെടുന്നത്. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അവിടുന്ന് ഇനിയും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, ഒരു ആസിഡ് ഒരു ആൽക്കഹോളുമായിട്ട് ഇവിടെ ചേരുകയാണ്. അപ്പം ഈഥൈൽ എഥനോയേറ്റ് ആണ് ഉണ്ടാവുന്നത്. എന്താണ്? വാട്ടർ റിമൂവ് ആക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ചെയ്തു. അതേപോലെ അതിന്റെ റിലേറ്റഡ് ടോപ്പിക്കും ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതാ കണ്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. അപ്പം ഇതുവരെ കണ്ടിരുന്ന എല്ലാ മക്കൾക്കും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു.